നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എംഎൽഎ സി മുകുന്ദന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സിപിഐയിൽ കലഹം രൂക്ഷമായി. രണ്ടാമതൊരു അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ സി മുകുന്ദൻ ഉന്നയിച്ചു. മുൻ എംഎൽഎ ഗീതാ ഗോപിക്ക് സീറ്റ് നൽകിയത് പേയ്മെന്റ് സീറ്റാണെന്ന സംശയം തനിക്കുണ്ടെന്നും പാർട്ടിയിൽ ഇപ്പോൾ പണത്തിന് സ്വാധീനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും മുകുന്ദൻ പ്രഖ്യാപിച്ചു. തന്റെ 5 വർഷത്തെ ഭരണവും ഗീതാ ഗോപിയുടെ 10 വർഷത്തെ ഭരണവും തമ്മിൽ താരതമ്യം ചെയ്യാൻ മുകുന്ദൻ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചു. സാമ്പത്തികമായി പാർട്ടിയെ സഹായിക്കാൻ തനിക്കുമേൽ പലപ്പോഴും സമ്മർദ്ദമുണ്ടായെന്നും എന്നാൽ വൻകിട മുതലാളിമാരുള്ള മണ്ഡലമായിട്ടും താൻ ആരുടെയും പോക്കറ്റിൽ കൈയിട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ള ഗീതാ ഗോപി വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. നേരത്തെ ഗീതാ ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക വിവാദങ്ങൾ പാർട്ടി തള്ളിയിരുന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തോടെ ഈ ആരോപണങ്ങൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ സിറ്റിംഗ് എംഎൽഎമാർക്ക് സീറ്റ് നിഷേധിച്ച 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് നാട്ടിക. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടെ കൂടുതൽ തീരുമാനങ്ങൾ അറിയിക്കുമെന്ന് മുകുന്ദൻ വ്യക്തമാക്കി. ഒരു മുതിർന്ന നേതാവിന്റെ പരസ്യമായ കലാപം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയുണ്ടാക്കിയേക്കാമെന്ന അഭിപ്രായമുണ്ട്. ഇതിനിടയിൽ സി മുകുന്ദൻ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്നത് ശരിയായ നിലപാടല്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സി മുകുന്ദനുമായി സംസാരിച്ചിരുന്നതായി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. സീറ്റ് നൽകുന്ന കാര്യം കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും. കോൺഗ്രസിലേക്ക് വരുന്ന കാര്യം മുകുന്ദൻ അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.